ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ ബാലു എസ് നായർ രചനയും സംവിധാനവും നിർവഹിച്ച് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ തഗ് എന്ന മലയാള സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു തഗ് ലൈഫ് ആകും സിനിമയുടെ ഇതിവൃത്തം എന്ന് പേര് കേട്ടപ്പോൾ തന്നെ പലരും ഊഹിച്ചു കാണും അല്ലേ. ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് സിനിമകളിലൂടെ മലയാളികൾക്ക് പരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം കോമഡി ടൈമിങ്ങുകളും ചിലപ്പോൾ കുറച്ച് സീരിയസ് റോളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ബാലു എസ് നായർ എന്ന സംവിധായകൻ തൻ്റെ ആദ്യ സംവിധാനത്തിൽ തന്നെ ധ്യാൻ ശ്രീനിവാസനെ പോലൊരാളെ നായകനാക്കി ഒരു ക്രൈം ത്രില്ലർ സിനിമയുമായി വരുന്നത് ഒരു നല്ല തുടക്കമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ കഥാതന്തു തന്നെയാണ്. ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ. മലയാളികൾക്ക് എന്നും ത്രില്ലർ സിനിമകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തഗ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലെത്തിയത്. സിനിമയുടെ പ്രധാന കഥാഗതി എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ആദ്യ കാൽമണിക്കൂറിൽ തന്നെ നമ്മളെല്ലാവരെയും സീറ്റിൻ്റെ അറ്റത്തെത്തിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ്. പതിവ് കോമഡി റോളുകളിൽ നിന്ന് മാറി കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ വൈകാരിക തലങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില നിർണായക രംഗങ്ങളിൽ ധ്യാൻ തൻ്റെ അഭിനയ മികവ് തെളിയിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു തഗ്ഗായി മാറുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു തഗ്ഗിൻ്റെ ഉള്ളിലെ മനുഷ്യൻ, ഈ രണ്ട് ഭാവങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. സിദ്ദിഖ്, ബിന്ദു പണിക്കർ, സായി കുമാർ, വിനയ് പ്രസാദ് എന്നിവരൊക്കെ അവരവരുടെ വേഷങ്ങൾ മനോഹരമായിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നല്ലൊരു പടമാണ് കേട്ടോ. എല്ലാവരും പോയി തിയേറ്ററിൽ ഇരുന്ന് കാണാണ്ട്. പ്രത്യേകിച്ച് ഒരു പുതിയ സംവിധായകൻ, ഒരു പുതിയ തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ആ കഴിവ് നമ്മൾ അംഗീകരിക്കണം. കാരണം ജനങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കെല്ലാവർക്കും, ഇപ്പോൾ മലയാളികൾക്കൊക്കെ ആണെങ്കിൽ ഈ ക്രൈം ത്രില്ലർ സിനിമകളോട് പ്രത്യേക ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അത് ഒരു എന്തുകൊണ്ടും ഒരു നല്ലൊരു സിനിമയാണിത്. ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ ഒരു സ്പേസ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. നായകൻ്റെ മാത്രം കഥയല്ലിത്. ചുറ്റുമുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം നൽകാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിദ്ദിഖിൻ്റെ കഥാപാത്രവും ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രവും തമ്മിലുള്ള കെമിസ്ട്രി സിനിമയുടെ ഒരു പ്രധാന ആകർഷണമാണ്. അവരുടെ സംഭാഷണങ്ങളും ഇടപഴകലുകളും സിനിമയെ കൂടുതൽ ആഴത്തിലാക്കുന്നു എന്നുള്ളതാണ്. ബാലു എസ് നായർ എന്ന നവാഗത സംവിധായകൻ്റെ കഴിവ് തഗ് എന്ന സിനിമയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ത്രില്ലർ സിനിമയെ എങ്ങനെ പ്രേക്ഷകരെ മുഷിപ്പിക്കാതെ കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നേ. തിരക്കഥയുടെ കാര്യത്തിലായാലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ത്രില്ലർ സിനിമകളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഥയുടെ ഒഴുക്ക് പെട്ടെന്ന് മുറിഞ്ഞു പോവുക എന്നതാണ് അല്ലേ. എന്നാൽ തഗ്ഗിൽ അങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. ഓരോ രംഗവും അടുത്ത രംഗത്തിലേക്ക് ഒരു ലോജിക്കൽ തുടർച്ചയോടെയാണ് നീങ്ങുന്നത്. ഇത് സിനിമയുടെ ആകർഷണം വർദ്ധിപ്പിക്കുകയാണ്. ചിത്രത്തിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഛായാഗ്രഹണം എടുത്തു പറയേണ്ട ഒന്നാണ്. ജഗൻ പാപ്പച്ചൻ എന്ന ഛായാഗ്രാഹകൻ വളരെ മനോഹരമായി ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ഷോട്ടുകളും ചേസ് സീക്വൻസുകളും ഒക്കെ മികച്ച രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിമിനും കഥയ്ക്ക് അനുയോജ്യമായ ഒരു മൂഡ് നൽകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് വിഭാഗത്തിൽ പറയുവാണെങ്കിൽ ജിതിൻ്റെ കഴിവ് വളരെ പ്രകടമാണ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ആവശ്യമായ വേഗതയും താളവും നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അനാവശ്യമായ നീളങ്ങൾ സിനിമയിൽ എവിടെയും തോന്നിയിട്ടില്ല കേട്ടോ. സംഗീതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഈ സിനിമയുടെ മറ്റൊരു പ്രധാന ഘടകമാണത്. അഭയ് ഡേവിഡ് ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ മൂഡിനനുസരിച്ചുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ത്രില്ലർ രംഗങ്ങളിൽ പശ്ചാത്തല സംഗീതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. തഗ്ഗിൽ അത് കൃത്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാട്ടുകൾ വളരെ കുറവാണെങ്കിലും കഥാഗതിക്ക് അനുയോജ്യമായവയാണ്. ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ എന്നതിലുപരി മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങൾ ഒരാളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ധ്യാനിൻ്റെ കഥാപാത്രം ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിൽ നിന്ന് എങ്ങനെ ഒരു തഗ്ഗായി മാറുന്നു എന്ന സിനിമയുടെ പ്രധാന ആകർഷണമാണ്. അയാളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും അയാളെ എങ്ങനെ ഈ നിലയിലെത്തിച്ചു എന്ന് ചിത്രം പറഞ്ഞു തരുന്നു. ഒരുപക്ഷെ ചിലർക്ക് സിനിമയുടെ ആദ്യ പകുതിയിൽ ചിലയിടങ്ങളിൽ ചെറിയ ഒരു മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോഴേക്ക് സിനിമ അതിൻ്റെ യഥാർത്ഥ ട്രാക്കിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ.
പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാം. അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ ക്ലൈമാക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിക്കും കേട്ടോ. സാധാരണയായി ഒരു നവാഗത സംവിധായകൻ ഒരു ത്രില്ലർ സിനിമ ചെയ്യുമ്പോൾ ചില പോരായ്മകളൊക്കെ കാണാറുണ്ട്. എന്നാൽ ബാലു എസ് നായർ അത്തരം പോരായ്മകൾ പരമാവധി കുറച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു തുടക്കക്കാരൻ്റെ പതർച്ച എവിടെയും സിനിമയിൽ അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയായി തഗ് മാറും എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കും. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സിനിമ. ചുരുക്കത്തിൽ തഗ് ഒരു നല്ല ത്രില്ലർ അനുഭവമാണ് പ്രേക്ഷകർ നൽകുന്നത്. വേറിട്ടൊരു കഥ പറച്ചിലാണ്. ഇതിൽ മികച്ച അഭിനയമുണ്ട്, സാങ്കേതിക മികവുണ്ട്. ഇതെല്ലാം ഈ സിനിമയുടെ പ്രത്യേകതകളാണ് കേട്ടോ. ഒരുപക്ഷെ കുറച്ചുകൂടി പുതുമയുള്ള ഒരു കഥാതലം പ്രതീക്ഷിച്ചവർക്ക് ചിലപ്പോൾ ചെറിയ നിരാശ തോന്നിയേക്കാം. എങ്കിലും ഒരു സാധാരണ സിനിമാ പ്രേമിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണിത്. തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് ധൈര്യമായി ടിക്കറ്റ് എടുക്കുക. കുടുംബത്തോടൊപ്പം പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അനാവശ്യമായ വയലൻസോ അശ്ലീലമോ ഈ സിനിമയിൽ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു നല്ല കാഴ്ചാനുഭവം ഉറപ്പാണ്. ഇതൊരു തിയേറ്റർ റിവ്യൂ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കഥാസന്ദർഭങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. തഗ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്. ബാലു എസ് നായർക്ക് തുടർന്നുള്ള സിനിമകൾക്ക് ഇത് ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസനും മറ്റ് അണിയറ പ്രവർത്തകർക്കും ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.